40 വർഷത്തോളമായി സിനിമയിൽ സജീവമായി നിൽക്കുന്ന സംവിധായകനാണ് കമൽ. മലയാളികൾക്ക് ഒരുപിടി നല്ല സിനിമകൾ സമ്മാനിക്കാൻ കമലിന് കഴിഞ്ഞു. കൗമുദി ടിവിയിലെ എൻ്റെ സിനിമാ കഥ എന്ന പരിപാടിയിൽ തൻ്റെ ആദ്യകാല സിനിമയായ കാക്കുത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന സിനിമയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയായിരുന്നു കമൽ. എൻ്റെ മൂന്നാമത്തെ സിനിമയാണ് കാക്കുത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ. ആ സിനിമയിൽ കാണിക്കുന്ന കാവ് പന്തളത്തിനടുത്ത് ചാമക്കാവ് എന്ന സ്ഥലത്തായിരുന്നു. അതുപോലെ ഒരു ലൊക്കേഷൻ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് അലഞ്ഞു. കാരണം ഒരുപാട് പടികളൊക്കെ കയറിപ്പോകുന്ന കാവാണ് സിനിമയ്ക്ക് വേണ്ടത്. അത്തരത്തിലുള്ള കാവ് കുറവാണ്. അങ്ങനെ ലൊക്കേഷൻ തേടി ഞാനും നിർമ്മാതാവ് ഔസേപ്പച്ചനും കുറേ സ്ഥലത്തെ യാത്ര നടത്തി. ആദ്യം ഞങ്ങൾ പോയത് മലബാർ ഭാഗത്തായിരുന്നു. കുറേ കാവുകൾ കണ്ടെങ്കിലും ഒന്നും ഓക്കെ ആയില്ല. പിന്നീട് ഒറ്റപ്പാലം ഷൊർണൂർ ഭാഗത്ത് നോക്കാമെന്ന് തീരുമാനിച്ച് ഷൊർണൂർ TB ലോഡ്ജിൽ എത്തി റൂം എടുത്തു. പിറ്റേന്ന് രാവിലെ ഇറങ്ങാൻ നേരത്ത് MD സാർ അവിടെ റൂമിലുണ്ടെന്നറിഞ്ഞു. അദ്ദേഹത്തെ പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ MD സാറാണ് പെരുമ്പാവൂരിൽ ഇരിങ്ങോൾക്കാവ് എന്നൊരു കാവുണ്ട്, പോയി കണ്ടു നോക്കാൻ സജസ്റ്റ് ചെയ്തത്. അങ്ങനെ ഞാനും ഫാസിലും പെരുമ്പാവൂർ ജംഗ്ഷനിലെത്തി. വഴിയറിയാതെ അവിടെ നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ അടുത്ത് വന്ന് ഫാസിലിനോട് സംസാരിച്ചു. സാറിന് എന്നെ അറിയുമോ? ഞാൻ കലാഭവനിലുള്ളതാ, പേര് ജയറാം. സിദ്ദിഖ് ലാലിൻ്റെ കൂടെ മിമിക്രി കളിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളോട് കാര്യം എന്താണെന്ന് തിരക്കി. ഇരിങ്ങോൾക്കാവിലേക്ക് പോകുവാനുള്ള വഴി അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളോടൊപ്പം കാറിൽ കയറി. കാവിലെത്തുന്നത് വരെ ജയറാം സംസാരിച്ചു കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഫാസിലിനോട് പറഞ്ഞു, എന്തൊരു വെറുപ്പിക്കലാണ് ഇയാളെന്ന്. കാവിലെത്തി ഞങ്ങൾ അത് കണ്ടു. പക്ഷേ എനിക്ക് കാവ് ഇഷ്ടപ്പെട്ടില്ല. ജയറാം ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ചായയൊക്കെ തന്നു. ഇറങ്ങാൻ നേരത്ത് സിനിമയിൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ആ സിനിമയിൽ ഒരു ചെറിയ റോൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതിലേക്ക് ജയറാമിനെ പരിഗണിക്കാൻ ഞാൻ പോയപ്പോൾ ഫാസിൽ പറഞ്ഞു, ആ റോൾ അപ്പ ഹാജിക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചുവെന്ന്. ജയറാമിന് ആ റോൾ കൊടുക്കാത്തത് നന്നായി എന്നെനിക്ക് തോന്നി. 2 മാസം കഴിഞ്ഞ് പത്മരാജൻ അപരനിലേക്ക് ജയറാമിനെ കാസ്റ്റ് ചെയ്തു. അത് ജയറാമിന് ഭാഗ്യമായി. ഇത് ഞാൻ ജയറാമിനെ കാണുമ്പോൾ പറയാറുണ്ട്, കമൽ പറഞ്ഞു.